ഫെബ്രുവരി 8 2022 ഈവനിങ്. സാൻഡി അവൻ്റെ ലക്കി ഷർട്ട് ഇട്ടിട്ടൊക്കെ വന്നേക്കണേ. അവൻ എന്തായാലും വരുന്നുണ്ടാവും. എന്താടാ? എൻ്റെ ഓർമ്മ വെച്ച് ഇതുപോലെ തന്നെയാണ് അവൻ തന്ന ഇൻവിറ്റേഷൻ. ഇതൊക്കെ വല്ലതും വർക്കാവൂടേ? അവൻ വരുമോ? അവൻ വരേണ്ടതാണ്. അവൻ പറഞ്ഞ പോലെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടന്നില്ലേ? ഞാൻ മീരേനെ കെട്ടി, ഇവൻ്റെ വാപ്പാൻ്റെ ബിസിനസ് സെറ്റായി, എനിക്ക് ഗവൺമെൻറ് ജോലി കിട്ടി. ഇനി അവൻ വരികയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ചോദിക്കണം, എല്ലാം അറിഞ്ഞു വെക്കാലോ. എനിക്ക് തോന്നുന്നത് നമുക്ക് മൂന്നുപേർക്കും വല്ല വെള്ളപ്പുറത്ത് തോന്നിയതെന്നാ. 3 പേർക്കും വെള്ളപ്പുറത്ത് ഒരുപോലെ തോന്നൂടാ. ഒന്ന് പോടാ. ഞാനിപ്പോൾ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കില്ല. പക്ഷെ 3 വർഷം കഴിഞ്ഞാൽ ഇതേ സ്പോട്ടിൽ വെച്ച് കാണുമ്പോൾ നിങ്ങൾ തന്നെയാണ് എനിക്ക് ഈ ലെറ്റർ തന്നത്. 3 വർഷം മുമ്പ് ഫെബ്രുവരി 8 2019 12:45 AM. What are you doing? Docking. Endurance rotation is 67, 68 RPM. Yeah, get ready to match our spin with the retro thrusters. It's not possible. No, it's necessary. ഹലോ സാൻഡി, നിന്നെ എപ്പോ തൊട്ട് വിളിക്കുന്നതാണ്? നീ എവിടെ പോയി കിടക്കുകയായിരുന്നു? ഇന്നലെ ഇൻഡസ്ട്രിയലാർ ഒന്നുകൂടി കണ്ടു, പിന്നെ കിടക്കാനാകെ വൈകി. നീ ഇന്ന് ഞാൻ പറഞ്ഞ ഇന്റർവ്യൂവിന് പോയോ? അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എപ്പോഴാണ് എണീച്ചത്. നീ ഒന്നും പറയണ്ട. ഞാൻ എൻ്റെ അങ്കിളുടെ കാല് പിടിച്ച് നിന്റെ പേരിൽ ഫോമും കോപ്പും എല്ലാം ഫില്ലാക്കി കൊടുത്തു. കിട്ടിയ ചാൻസ് ആണ്. നീയോ ഒന്നും ഒറ്റയ്ക്ക് നോക്കില്ല. ഈ വായിൽ കൊണ്ടുവന്ന് തരുന്നത് പോലും വേണ്ട പറഞ്ഞാലോ? അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മറന്നുപോയി. ഇന്നലെ പിള്ളേരുടെ ഒപ്പം ഗെയിമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ നേരെ പടം കാണായിരുന്നു. പിന്നെ അങ്ങനെ ഉറങ്ങിപ്പോയി. ആ, ഞങ്ങൾ ഇന്നലെ ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റ് കപ്പടിച്ചു. നീ നിന്റെ മറ്റവക്ക് കൊണ്ടു കൊടുക്ക്. നീ ഇനിയും ലൈഫിൽ സീരിയസ് ആയില്ലെങ്കിൽ നമുക്ക് ബ്രേക്കപ്പ് ആവാം. എനിക്ക് മടുത്തു. എടി നീയൊന്ന് ചില്ലാവ്, ഒക്കെ ശരിയാവും. ഞാനല്ലേ പറയണത്. ഏതെങ്കിലും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നീ ആദ്യം ആ താടി ഒന്ന് നീറ്റായി ട്രിമ്മെങ്കിലും ചെയ്യൂ. ആ, അതൊക്കെ അടുത്ത ഇൻ്റർവ്യൂ ആകുമ്പോഴേക്കും സെറ്റാക്കാം. നീ വല്ലതും കഴിച്ചോ? രാവിലെ തന്നെ നീ വിളിച്ച് ചീത്ത പറയല്ലേ, പിന്നെ എങ്ങനെ കഴിക്കാനാ? അത് പോട്ടെ, ലീവ് ഇറ്റ്. ഇന്ന് എൻ്റെ ഫ്രണ്ടിന് എൻഗേജ്മെന്റ് പാർട്ടി ഉണ്ട് ഈവനിങ്. അവിടെ പോണം. നീ വരൂലേ? അയ്യോടി, ഞാൻ പറയാൻ വിട്ടുപോയി. ഇന്ന് നമ്മുടെ അക്കുവിൻ്റെ ഒക്കെ ഗൾഫിൽ ജോലി കിട്ടിയ ട്രീറ്റ് ഉണ്ട്. എവിടെ വെച്ചാ? ആ, ഞങ്ങളുടെ സ്ഥിരം സ്ഥലത്ത് തന്നെ. ഞങ്ങൾ ആകെ 3 പേരേ ഉള്ളൂ. ഞാൻ പോയില്ലെങ്കിൽ അവന്മാരെ എന്തായാലും സീനാക്കും, നിനക്കറിയാലോ. നീ എന്തേലും കാണിക്ക് സാൻഡി, നീ വരണ്ട. ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ കൂടെ പോയിക്കോളാം. ആ, അതായിരിക്കും നല്ലത്. എനിക്ക് ഫങ്ഷൻസ് ഒക്കെ ഒന്നാമതേ ബോറാണ്. ഇനി വല്ല അമ്മാമാരെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ എവിടെയാണ് ജോലി, എന്താണ് ജോലി, 100 ചോദ്യങ്ങളാ. പിന്നെ ആ പറ. ഈ ഫ്രണ്ട് ഏതാണ്? ഗേളന്നല്ലേ? പോടാ പട്ടി. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ പോകും. ചോദിക്കണ്ടായിരുന്നു മാലേജ്. അക്കുവിൻ്റെ ട്രീറ്റ് ഫെബ്രുവരി 8 2019 ഈവനിങ്. ഡാ, സാധനങ്ങളൊക്കെ ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. നിങ്ങൾ എവിടെ പോയി കിടക്കണേ?
എടാ എനിക്ക് ഈ ഷർട്ടൊന്ന് മാറ്റണം. കുറച്ച് കഴിഞ്ഞാൽ മീരനെ വീഡിയോ കോൾ ചെയ്യണം. അവളുടെ ഫേവറേറ്റ് ഷർട്ടാ. എങ്ങനെയും ഉടക്കം തീർക്കണം. എന്നാ പിന്നെ നിനക്ക് വീട്ടിൽ നിന്ന് മാറ്റിയിട്ട് വരായിരുന്നില്ലേ? ആടാ, ഞാൻ അവള് വന്ന ഷർട്ട് ഇട്ട് രാത്രിയോടെ കിടന്ന് ഉരുള. ആ ജീവേട്ടാ, എന്താ പരിപാടി? എല്ലാരും ഉണ്ടല്ലോ, എന്താ കൂടെയുള്ള പരിപാടിയാണോ? ആടാ, ശരി. ആ അതെ, അവിടെ ഒരു പന്നി ഇറങ്ങിയിട്ടുണ്ട്, നിങ്ങൾ സൂക്ഷിച്ചോളിട്ടോ, കുത്തി മയ്യത്താവും. അതെന്താ പേടിച്ച? ആ പോയ ചങ്ങായിട്ട് അറിയൂ. പണ്ടിവിടെ പുലി ഇറങ്ങിയിട്ട് പറഞ്ഞിട്ട് ന്യൂസ് വരെയൊക്കെ വിളിച്ചിട്ട് അവസാനം പുലി പോയിട്ട് പുലിയുടെ കൂടെ പോലും കിട്ടിയില്ല. അത് വന്നേ. தென்பாண்டி சீமையிலே தேரோடும் வேதியிலே மான் போல வந்தவனே யாரடித்தாரோ 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 வளரும் பிறையே தேயாரே നീ എന്താ സാൻഡി സിനിമയ്ക്ക് വിളിച്ചിട്ട് വരാഞ്ഞ്? നൈസ് പടമായിരുന്നു, പകത്തൊക്കെ തകർത്തു. സൈക്കോളജിക്കൽ ഷെമ്മി. ഞാൻ എണീക്കാൻ 1 മണിയായി. അതിന് ഇവനൊക്കെ ആ മീരോട് ഫുൾ ടൈം കൊണക്കലല്ലേ പണി, പുലർച്ചെ വരെ. പിന്നെ എങ്ങനെ? എടാ അവളുടെ കാര്യമൊക്കെ ആകെ സീനാണ്. ജോലിയൊന്നും സെറ്റായില്ലെങ്കിൽ അവൾ കയ്യിൽ നിന്ന് പോകും. ഇതുകൊണ്ടാണ് ഞാൻ പ്രേമിക്കാനൊന്നും പോകാത്തത്. എന്തോരം പ്രഷറാണ്. അല്ലാണ്ട് നിന്നെ കൊണ്ട് പറ്റാഞ്ഞിട്ടല്ല, നിനക്ക് എന്തിനും ഇതിനും ഓരോ കാരണങ്ങളുണ്ടല്ലോ. പിന്നെ എങ്ങനെ? പടാ. പിന്നെ നിനക്കൊക്കെ വട്ടാടേ. ഏതെങ്കിലും പെണ്ണിൻ്റെ പിന്നാലെ നടത്ത്, അവളെ വളച്ച്, ഇല്ലാത്ത കാശും വെച്ച് അവൾക്ക് ഗിഫ്റ്റും കോപ്പും വാങ്ങിക്കൊടുത്ത്, അവസാനം നാട്ടുകാരും വീട്ടുകാരും വെറുപ്പിച്ചിട്ട് അവളെ കെട്ടിയിട്ട് എന്നിട്ടൊരു ചെറിയ വഴക്കുണ്ടാക്കുമ്പോഴേക്കും അവൾ ഡിവേഴ്സ് വാങ്ങിപ്പോകും. എന്നിട്ട് പിന്നെ ആ വിഷമത്തിൽ നമ്മളടിച്ച് പൂസായ വല്ല ലിവർ സിറോസും വന്ന് വല്ല ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തിണ്ണേ കിടന്ന് പട്ടീനെ പോലെ ചാവേണ്ടി വരും. അതിനൊന്നും എന്നെ കിട്ടും. അപ്പൊ നീ കെട്ടണില്ലേ മോനു? എടാ, നമുക്കൊക്കെ നല്ല പ്രായപൂർത്തിയാകുമ്പോൾ വീട്ടുകാർ അവരുടെ ചിലവിൽ നമുക്കൊരു പെൺകുട്ടീനെ കെട്ടിച്ച്, അല്ലാതെ നിങ്ങളെപ്പോലെ പ്രേമിച്ച് കെട്ടാൻ പൊട്ടനല്ല ഞാൻ. മനസ്സിലായ? ആ പൊന്തലും തേടാകണോ? എന്താടാ? എന്താണ്? കോപ്പ് പന്നിയാണ് തോന്നണോ? നമുക്ക് ഓടിയാലോ? നീ ഒന്ന് പോയടാ, അല്ലെങ്കിൽ നടന്നു വന്നിട്ട് ഇവിടെ മനുഷ്യ പട്ടിയായിട്ട് നിൽക്കുക. എന്ത് തേങ്ങ കൂടാണെങ്കിൽ നമുക്ക് നേരിടാ. ഓടെ വന്നീ. ഹായ് ഗൈസ്. ഏതാണിവൻ? ആ നിങ്ങളെപ്പോൾ എത്തി? എനിക്ക് കോർഡിനേറ്റ്സ് ചെറുതായി മാറിപ്പോയി, അതാണ് ലേറ്റ് ആയത്. ഐ എം സോറി. അതിന് തന്നെ ആരെ വിളിച്ച്? എന്നെ സാൻഡിയാണ് വിളിച്ചത്, ഇതേ സ്പോട്ടിൽ വെച്ച്. എപ്പോ വിളിച്ചു നിന്നെ? ഫെബ്രുവരി 8 അത് ഇന്നല്ലേ?
ഈ ഇൻവിറ്റേഷൻ ഒന്ന് നോക്കിയേ. എൻ്റെ പൊന്നു സാൻഡി, ഞാൻ എന്നോട് ആദ്യം പറഞ്ഞാണ് നമുക്ക് 3 പേർക്കുള്ള സാധനം ഞാൻ വാങ്ങിയിട്ടുള്ളൂ. ഇനി സാധനം കഴിഞ്ഞില്ലെങ്കിൽ എന്നെ പറയണം. ഹലോ സെവി, ഫസ്റ്റ് എ ബിഗ് താങ്ക് യു. വി ആർ ത്രോയിങ് എ പാർട്ടി അറ്റ് 10.73617 അത്ര കോർഡിനേറ്റ്സ് സെലിബ്രേറ്റിംഗ് അക്കൂസ് ബ്രദർ ലാൻഡിങ് എ ജോബ് അബ്രോഡ്. വി വുഡ് ലവ് ഫോർ യു ടു ജോയിൻ ദ ഫൺ. Make sure to swing by 19:00 hours. ഇതെന്താ റെയിൽവേ ടൈമൊക്കെ? എടാ നീ ഇൻവിറ്റേഷനത്തെ ഡേറ്റ് നോക്ക്. ഇൻവൈറ്റ് ചെയ്തതായിട്ട് February 8, 2022. അതിന് February 8, 2019 അല്ലേ? ഇത് നിന്റെ ഒപ്പ് തന്നെ സാൻഡി. ഇതെന്താ 3 വർഷം അപ്പുറത്തെ ഡേറ്റ്? നീ ആരാ? My name is Chevy. ഷാവിയോ? No, Chevy. ഷാർക്കിന്റെ ഷാ. ഷാർക്കിന്റെ ഷാ ആണെങ്കിലും ഷാറൂഖ് ഖാന്റെ ഷാ ആണെങ്കിലും നീ എന്തിനാ വന്നേ? ഷാറൂഖ് ഖാൻ അക്കൗണ്ട് അങ്കിൾ വലുതുമാണ്. എൻ്റെ അങ്കളാ. ഇത് ഏതാവൻ SRK അറിയില്ല പറഞ്ഞ. നീ ഹിന്ദി പടങ്ങളൊന്നും കാണാറില്ലേ? ഓ, മൂവി സ്റ്റാർ ആയിരുന്നോ പുള്ളി? ആയിരുന്ന ആണ്. ഒരു 100 വർഷം കഴിഞ്ഞാൽ നമ്മൾ വെറും ഒരു വാൾ ഫോർട്ട്. ആൻഡ് ദാറ്റ് ടു ഇഫ് യു ആർ ഓൺലി ലക്കി. നമ്മൾ എന്ത് ജോലി ചെയ്യുന്നു, ആരായിരുന്നു എന്നെല്ലാം ആരോർക്കാൻ. I know it because I am a time traveler. എൻ്റെ പൊന്നു ബ്രോ ഒന്ന് പോയേ. ഏത് കിളിപോയ കേസാണ്. ജീവൻ, trust me, ഞാൻ പറയുന്നത് സത്യമാണ്. ഡേ, നിന്റെ പേരും പറയണു. ഞങ്ങൾ കാണാത്തൊന്നും വിശ്വസിക്കില്ല. ടൈം ട്രാവലർ കോപ്പ് ഒന്ന് വെച്ചിട്ട് പോടോ. നിങ്ങൾ ആ നക്ഷത്രം കാണുന്നുണ്ടോ? എന്തൊക്കെ ഇയാള് പറയണ്? അതാണ് ആൽഫ സെഞ്ചുറി. അത് ഭൂമിയിൽ നിന്നും 4.37 ലൈറ്റ് ഇയേഴ്സ് അപ്പുറമാണ്. താനിപ്പോൾ കാണുന്ന വെളിച്ചം 4.37 ഇയേഴ്സ് മുന്നേ അവിടുന്ന് പുറപ്പെട്ടതാണ്. യു ആർ ബേസിക്കലി സീയിങ് ആൻ ഇവന്റ് ഇൻ ദ പാസ്റ്റ്. അത് ടൈം ട്രാവൽ തന്നെയല്ലേ? ഷെവി, നീ എന്തോ ആയിക്കോ. നീ എന്തിനാ ഞങ്ങളുടെ പരിപാടിക്ക് വന്നേ? സാൻഡി എന്നെ വിളിച്ചത് കൊണ്ടാണ് ഞാൻ വന്നത്. പുള്ളി എൻ്റെ 10th ജനറേഷൻ ഗ്രാൻഡ് ഫാദറാണ്. അതിനാ കല്യാണം പോലും കഴിച്ചിട്ടില്ല, പിന്നെ അങ്ങനെ തൻ്റെ മുത്തച്ഛനാവണം. ബട്ട് ഹീ വിൽ. നാളെ പിള്ളേരും കൊച്ചുമക്കളൊക്കെ ഉണ്ടാവുള്ളൂ. നീ ഇപ്പം എന്ത് പറയാനാ വന്നത് അത് പറ. സന്ദീപിൻ്റെ ഇപ്പോഴത്തെ തീരുമാനങ്ങൾ എൻ്റെ എക്സിസ്റ്റൻസിനെ ബാധിക്കുന്നത് കൊണ്ടാണ് ഞാൻ വന്നത്. കഴിക്കാൻ വല്ലതും ഉണ്ടോ? ഇനിയിപ്പോൾ അതും വേണോ? ക്യാച്ച്. നിനക്കവിടെ ഫുഡൊന്നും കിട്ടുന്നില്ല? ടൈം ട്രാവൽ ചെയ്യുമ്പോൾ ബോഡി വെയിറ്റ് കുറയും. അതാണ് ഈ ക്ഷീണം. ഇതെവിടെ ഇടുന്നത്? അതവിടെ എവിടെയെങ്കിലും ഉണ്ട്. താൻ എന്തിനാ വന്നേന്ന് പറ. വേണ്ട, ഞാൻ പോണ വഴിയിൽ വല്ല ഡസ്റ്റ്ബിന്നിലും ഇട്ടോളാം. ഡേ, തീ കെട്ട്, പേപ്പർ ഇട്ട് വേഗം കത്തിക്ക്. ആ പേപ്പർ എടുക്കുന്ന. നിന്റെ മറ്റേ ലെറ്റർ ഇല്ലേ, അതിട്ട് കത്തിക്കടേ. ആ ഓക്കെ. സാൻഡി ലിസൺ. താൻ ഈ ഭൂമിയിൽ ജനിക്കണമെങ്കിൽ തൻ്റെ പാരൻസ്, അവരുടെ പാരൻസ്, അവരുടെ പാരൻസിൻ്റെ പാരൻസ് കഴിഞ്ഞ 850 വർഷത്തിൽ 2046 പേർ കറക്റ്റ് ഓർഡറിൽ കണ്ടുമുട്ടിയാലാണ് ഞാനും താനും ഇവിടെ ജനിക്കും. ഇതിൽ ഒരാൾ പോലും മാറ്റി പാർട്ട്ണർ സ്വീകരിച്ചാൽ വി വോണ്ട് എക്സിസ്റ്റ്. എൻ്റെ നിലനിൽപ്പിനി സാൻഡിയുടെ തീരുമാനങ്ങൾ ഡിപ്പെൻഡ് ചെയ്തു. തനിക്ക് എല്ലാവരും ഫ്യൂച്ചർ അറിയുമോ? എന്താ പറ, ഞങ്ങൾക്ക് എന്തെങ്കിലും ജോലി കിട്ടും. ഓക്കെ ജീവൻ, നിനക്ക് ഗവൺമെൻറ് ജോബ്, അക്കു ഫാദറിൻ്റെ ബിസിനസ് ക്യാരി ഓൺ ചെയ്യും. ആൻഡ് സാൻഡി, നിനക്ക് IT ജോബാണ് കിട്ടേണ്ടത്. പക്ഷെ ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഞാനും ഉണ്ടാവില്ല, നിങ്ങൾ വിചാരിച്ച കാര്യം നടക്കുകയും. അതുപോട്ടെ, ലെറ്റ് സ്റ്റാർട്ട് ദ പാർട്ടി ഗൈസ്.
ഡാ ഡാ എണീക്കടാ. ഇന്നലത്തെ വല്ലതും ഓർമ്മ ഉണ്ടോടേ? ആ ഒരു മിന്നായം പോലെ. നീ ഇന്നലെ പിന്നെ ഷർട്ട് മാറ്റിയോ സാൻഡി? പിന്നെ മാറ്റാതെ. ഇന്നലെ നീ തന്നെയല്ലേ ഫിറ്റായി വന്ന് എൻ്റെ ഷർട്ടിൽ വാള് വെച്ച്. ഒന്നും ഓർമ്മയില്ലേ മോളെ? ഹായ് ഗൈസ്, മൈ നെയിം ഈസ് ഷെബി. സാൻഡി എന്നെ വിളിച്ചത് കൊണ്ടാണ് ഞാൻ വന്നത്. പുള്ളി എൻ്റെ 10th ജനറേഷൻ ഗ്രാൻഡ് ഫാദറാണ്. ഡാ ഒന്ന് വേഗം വാടാ, വെയിലായി. പോരാ, നീ ഫ്യൂച്ചറിനാന്നല്ലേ പറഞ്ഞേ? എന്നാ പറ, അപ്പോഴത്തെ ലോകം എങ്ങനെ? അവിടെ ഇതുപോലെ പുഴയൊന്നുമില്ല. വെള്ളത്തിനും വായനും വേണ്ടിയാണ് യുദ്ധങ്ങൾ. എൻ്റെ ലോകം ഇനി 30 വർഷത്തിൽ ഒരു മെഗാ ആസ്ട്രോയിഡ് വന്ന് ഭൂമി ഒരു ഫയർബോൾ ആവുമെന്നാണ് പറയുന്നത്. അതിനെപ്പറ്റി എന്ത് പറയാം? സാൻഡിയുടെ എന്ത് തീരുമാനമാണ് താൻ ഉദ്ദേശിക്കുന്നത്? അതെന്തുമാവാം, ചെറുതോ വലുതോ. നമ്മൾ സ്വയം റെസ്പോൺസിബിൾ അല്ലാതെ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ഫ്യൂച്ചർ ജനറേഷൻസിനെയാണ് ബാധിക്കുന്നത്. നിക്കടാ. എടാ നിക്ക്, ഇത് നോക്കിക്കേ. ഇതവൻ്റെ ലൈസൻസ് ആണോ? അപ്പോൾ അവൻ ശരിക്കും വന്നതാ? എടാ ഞാൻ നല്ല ഫിറ്റ് ആയതുകൊണ്ട് ആകെ നോക്കാണ്ടല്ലോ നിങ്ങളടുത്തൊന്ന് ചോദിക്കായിരുന്നു. അപ്പോ ഞങ്ങളും അപ്പൊ അവനെന്താ ശരിക്കും വന്നോ? ഫെബ്രുവരി 9, 2022 ഷെവി വരാമെന്ന് പറഞ്ഞ ഒരു ദിവസം കഴിഞ്ഞു. ഞാൻ ഇപ്പോൾ വിളിക്കാം. നീയോ? നീ എന്ത് ഇന്നലെ വരാഞ്ഞേ? അത് ഫ്ലൈറ്റ് ലേറ്റായി പോയി, അതാ വരാൻ പറ്റാൻ. ഫ്ലൈറ്റോ? ആ ഫ്ലൈറ്റ്. മീര എവിടെ ഇല്ലേ? ഇല്ല, അവൾ അച്ഛനും അമ്മയുടെയും കൂടെ ഒരു ഫംഗ്ഷന് പോയിരിക്കുക. സാൻഡി പോയില്ലേ? ഞാൻ ലേറ്റായി, ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അല്ല എന്താ വരാഞ്ഞേ? ഇതാണല്ലേ എനിക്കുള്ള ഇൻവിറ്റേഷൻ. സാൻഡി ലിസൺ, എൻ്റെ പേര് വിശാലാണ്. ഞാൻ മീരയുടെ കസിനാണ്. കാനഡയിലാണ് വർക്ക് ചെയ്യുന്നത്. വല്ലപ്പോഴും നാട്ടിൽ വരാറുണ്ട്. ലാസ്റ്റ് ടൈം വന്നപ്പോൾ തൻ്റെ കാര്യം മീര പറഞ്ഞു, തന്നെ ഒന്ന് ഉപദേശിച്ച് നന്നാക്കാൻ. അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കിയ പ്ലാനാണിത്. തൻ്റെ സിഗ്നേച്ചറൊക്കെ മീരയാണ് ഇട്ട് തന്നത്. എന്ത്? അപ്പോൾ എനിക്ക് ഡയറക്റ്റ് ഒന്ന് ഉദ്ദേശിച്ചാൽ പോരെ? അങ്ങനെയുള്ള ഉപദേശം തരാൻ ഞാൻ വേണോ സാൻഡി? അതിന് നാട്ടിലും വീട്ടിലും കുറേ പേരില്ലേ? അപ്പം നീ പറഞ്ഞതൊക്കെ എങ്ങനെ ഞങ്ങളുടെ ലൈഫിൽ നടന്നേ? നിങ്ങളോട് പോയി സെയിം കാര്യം ഒരു ജ്യോതിഷിയോ കൈനോട്ടക്കാരനോ പറഞ്ഞു എന്ന് വിചാരിക്കും. അതെല്ലാം സംഭവിച്ചു എന്നും വിചാരിക്കും. പിന്നെ നിങ്ങൾ ദൈവത്തിലും ആ പറഞ്ഞ ആളിലും അല്ലേ വിശ്വസിക്കുക? ഇത് സിമ്പിൾ. നിങ്ങൾ 3 പേരും ഞാൻ പറഞ്ഞത് വിശ്വസിച്ചു, ഹാർഡ് വർക്ക് ചെയ്തു, ലൈഫ് സെറ്റായി. നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിച്ചു.
അത്രേ ഉള്ളൂ. എനിക്ക് നിങ്ങളുടെ ഫ്യൂച്ചറൊന്നും അറിഞ്ഞുകൂടാ. നിങ്ങളുടെ വിധി നിങ്ങളുടെ തീരുമാനങ്ങളാണ്. ഏതോ സിനിമയിൽ ആരോ പറഞ്ഞതുപോലെ. അപ്പോൾ നീ? ഞാൻ വിശാൽ. നൈസ് ടു മീറ്റ് യു. സാൻഡി, എനിക്ക് കുറച്ച് വെള്ളം കുടിക്കാൻ. ചായ എന്തെങ്കിലും എടുക്കട്ടെ? നോ, ജസ്റ്റ് വാട്ടർ പ്ലീസ്. താങ്ക്സ്. എനിക്കൊരാളെ കാണാനുണ്ട്. ഞാൻ മീര ഉള്ളപ്പോൾ ഒരു ദിവസം വരാം. ആ ഓക്കെ. പിന്നെ മീരയോട് ഇത് ഞാൻ വന്ന് പറഞ്ഞ കാര്യം പറയണ്ട. ഞാൻ കാരണമാണ് നിങ്ങൾ നന്നായെന്ന് വിചാരിക്കും. ആ ക്രെഡിറ്റ് നിങ്ങൾക്ക് തന്നെ ഇരിക്കട്ടെ. ഓക്കെ, ശരി. ശരി. സെപ്റ്റംബർ 2023. രാജ്യത്തിന്റെ പേര് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്നത് മാറ്റി റിപ്പബ്ലിക് ഓഫ് ഭാരത് എന്നാക്കുമെന്നൊരു അഭ്യൂഹം വരുന്നുണ്ട്. പ്രത്യേക പാർലമെന്റ് സമ്മേളനത്തിൽ ഇതിനുള്ള നിർദ്ദേശം വന്നേക്കുമെന്നാണ് സൂചന. അമൃത് കാലത്തേക്ക് രാജ്യം മുന്നേറുന്നു എന്ന് ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞിരിക്കുന്നു. പ്രശാന്ത് രഘുവംശമാണ് വിവരങ്ങളുമായി ചേരുന്നത്. പ്രശാന്ത്, എന്താണ് ഇത് സംബന്ധിച്ച് ഇതുവരെ കിട്ടുന്ന സൂചനകൾ? എടാ, നിന്റെ മറ്റോ ലൈസൻസ് ഇരിക്കണില്ലേ? അന്ന് നമുക്ക് കിട്ടിയത് മറ്റേ ഷവി വിശാലിന്റെ ആണോ? ആ അതന്നെ. അതിപ്പോ കുറയില്ലേ? വീട്ടിലെവിടെ കിടപ്പുണ്ട് തോന്നുന്നു. അന്ന് നീ അവനെ പറ്റി പറഞ്ഞതിന് ശേഷം ഞാനത് വിട്ടു. നീ ഇപ്പൊ തന്നെ ഒന്ന് ഫോട്ടോ എടുത്ത് അയച്ചേ. ഇപ്പോഴോ? വേഗം അയക്കൊന്ന്. നോക്കട്ടെ, ഒന്ന് വെയിറ്റ് ആക്ക്. യൂണിയൻ ഓഫ് ഭാരത്. ഭാരത്. പിന്നെ മീരയോട് ഇത് ഞാൻ വന്ന് പറഞ്ഞ കാര്യം പറയണം. ഞാൻ കാരണമാണ് നിങ്ങൾ നന്നായെന്ന് വിചാരിക്കും. ആ ക്രെഡിറ്റ് നിങ്ങൾക്ക് തന്നെ ഇരിക്കട്ടെ. ഓക്കെ, ശരി. രാജ്യത്തിന്റെ പേര് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്നത് മാറ്റി റിപ്പബ്ലിക് ഓഫ് ഭാരത് എന്നാക്കുമെന്നൊരു അഭ്യൂഹം വരുന്നുണ്ട്. പ്രത്യേക പാർലമെന്റ് സമ്മേളനത്തിൽ ഇതിനുള്ള നിർദ്ദേശം വന്നേക്കുമെന്നാണ് സൂചന. വിശാലോ? എനിക്ക് അങ്ങനെ ഒരു കസിനൊന്നുമില്ല. അയാള് വേറെന്തൊക്കെയാ പറഞ്ഞേ?